ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിക്കൊടുത്ത ബ്രസീലിയൻ പരിശീലകനാണ് ഫിലിപ്പെ ലൂയിസ്. നമുക്കറിയാം, സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗായ കോപ്പ ലിബർട്ടഡോറസ് ഫ്ലമംഗോക്ക് നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ബ്രസീലിയൻ ലീഗ് നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഫിലിപ്പെ ലൂയിസിനെ ഫ്ലമംഗോ പുറത്താക്കിയിരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഫ്ലമംഗോ എതിരില്ലാത്ത 8 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. ആ മത്സരത്തിന് പിന്നാലെയാണ് ഫിലിപ്പെ ലൂയിസിനെ ഇപ്പോൾ ഇവർ പുറത്താക്കിയിട്ടുള്ളത്. അതും ഏവരിലും ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ സീസണിൽ 2 ഫൈനലുകൾ ഫ്ലമംഗോ കളിച്ചിരുന്നു. അതായത് സൂപ്പർ കോപ്പ ഡോ ബ്രസീൽ ഫൈനലും അതുപോലെ തന്നെ കോൺമബോൾ റീകോപ്പ ഫൈനലുമായിരുന്നു ബ്രസീൽ കളിച്ചിരുന്നത്. ആ 2 ഫൈനലുകളിലും ഫ്ലമംഗോ പരാജയപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ പരിശീലകനെ ഫ്ലമംഗോ ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. എല്ലാ മാധ്യമങ്ങളും അക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഫ്ലമംഗോ എത്തിയിട്ടുള്ളത്. ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഇദ്ദേഹത്തിന് കീഴിൽ 101 മത്സരങ്ങളാണ് ഫ്ലമംഗോ കളിച്ചിട്ടുള്ളത്. അതിൽ 64 മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 22 സമനിലകൾ, 15 തോൽവികൾ വഴങ്ങി. 70.6 വിജയ ശതമാനമായിക്കൊണ്ട് വരുന്നത്. 184 ഗോളുകൾ നേടി, 68 ഗോളുകൾ വഴങ്ങി, 46 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കി, 266 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 8.5 ഷോട്ട്സ് പെർ ഗോൾ വരുന്നു. അതുപോലെ തന്നെ 13.9 ഷോട്ട്സ് പെർ ഗോൾ കൺസിഡേർഡ് ആണ്. അതുപോലെ തന്നെ 61.1% പൊസഷൻ വരുന്നത്. 7 കിരീടങ്ങൾ ഇദ്ദേഹത്തിന് കീഴിൽ നേടാൻ ഫ്ലമംഗോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മികച്ച കണക്കുകൾ ഉള്ള ഒരു പരിശീലകനെയാണ് ഫ്ലമംഗോ ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. ഏതായാലും ലൂയിസ് ഇനി യൂറോപ്യൻ ഫുട്ബോളിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.